വെൽക്കം ടു DB ഫുഡ് ബുക്ക്. ഇന്ന് നമ്മളുടെ DB ഫുഡ് ബുക്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്കോബാർ കുൽഫിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. പാല് വേണം, വൈറ്റ് ചോക്ലേറ്റ് വേണം, ഷുഗർ വേണം, കോൺഫ്ലോർ വേണം, പിന്നെ അല്പം വാനില എസൻസ് കൂടി വേണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് അല്പം ഡാർക്ക് ചോക്ലേറ്റ് കൂടി ആവശ്യമായിട്ട് വരും. ഒരു കപ്പ് പാലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരു കപ്പ് എന്ന് വെച്ചാൽ ഒരു 200 ml കപ്പാണ്. അപ്പോൾ ഞാനതൊരു നോർമൽ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടി എളുപ്പത്തിന് ഒരു നോർമൽ നമ്മളുടെ ഒരു ഗ്ലാസ്സിലേക്ക് അത് പകർത്തി കാണിച്ചു തരാം. ഈ ഒരു സൈസ് ഗ്ലാസ്സിൽ മതിയാവും. അതിൽ നിന്നൊരല്പം പാല് ഞാനിത് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള പാല് നമുക്ക് നമ്മളുടെ സോസ് പാനിലേക്ക് ഒഴിക്കാം. നമ്മൾ മാറ്റി വെച്ച് വെക്കുന്ന പാലിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പിന്നീടാണ് ആഡ് ചെയ്യേണ്ടത്, ഇപ്പോഴല്ല. അപ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഹോട്ട് മിൽക്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആവില്ല, അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മളത് കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പാല് പാനിലേക്ക് നമുക്ക് വെക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്യാം. ഈ വൈറ്റ് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയോ അതല്ലെങ്കിൽ കാഷ്യൂനട്ടിൻ്റെ പൗഡറോ ആഡ് ചെയ്യാം കേട്ടോ. കാഷ്യൂനട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇത് കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ടേബിൾ സ്പൂണിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് സ്വീറ്റ്നെസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇത് മിൽക്കൊന്ന് ചൂടായിട്ടുണ്ട് ശരിക്കും. അതിന് ശേഷമാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇനി കോൺഫ്ലോർ വേവാനുള്ള ഒരു ചെറിയൊരു ടൈം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് ആ കോൺഫ്ലോറിൻ്റെ പച്ചമണം മാറുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു മിക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്നെസ് വരണം. അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത്. കുറച്ചൊന്ന് കുറുകി വരണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് അധികം ആയിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട് കേട്ടോ. കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇപ്പോൾ അതായിട്ടുണ്ട്, ഏകദേശം കുറച്ചൊന്ന് തിക്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ സിം ഫ്ലെയിമിൽ തന്നെ വെക്കുക അത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിമിൽ നിന്ന് നമുക്ക് മാറ്റാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ചൂടോടുകൂടി നമുക്ക് മൗളിൽ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ കുൽഫി മൗൾഡ്. അതെടുക്കാം. അതിങ്ങനെ അതിൽ തന്നെ അതിൻ്റെ സ്റ്റിക്കൊക്കെ ഉണ്ട്, കവറിങ്ങും ഉണ്ട്. അപ്പോൾ ഈ മൗൾഡിലേക്ക് നമുക്ക് ചൂടാറിയതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുൽഫി മൗൾഡ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വേണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പേപ്പർ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ടൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ടൊരു കുൽഫി സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ഇതിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് തന്നെ അത് മൂടാം. അതിൽ തന്നെ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഇതിന് വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കവർ ചെയ്ത് കൊടുക്കാം. ഇനി അത് കവർ ചെയ്തതിന് ശേഷം ഇതൊരു 8 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് എങ്കിലും നമ്മളത് ഫ്രീസ് ചെയ്തെടുക്കണം. എങ്കിലേ അത് കറക്റ്റ് സെറ്റായി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഞാനിത് 8 മണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. 8 അവേഴ്സിന് ശേഷം നമുക്കിത് നമ്മൾ ചെയ്യുന്നത് ചോക്കോബാർ കുൽഫിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്കോബാറിനായിട്ട് ഞാനൊരു 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ വഴി മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുമായിട്ട് ഞാനൊരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ചൂടാവുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലാസ് ബൗളിൽ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ജാറിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഇത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിലെന്നാലും കുറച്ച് ലംസ് ഉണ്ട്. അപ്പോൾ അതൊട്ടും ലംസ് ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ
സ്റ്റീമിൻ്റെ ഫ്ലെയിമിൽ തന്നെ അത് ചോക്ലേറ്റ് നമ്മളുടെ മെൽറ്റായി വരുന്നതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മെൽറ്റായി കഴിഞ്ഞ് പിന്നീട് അത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് കുൽഫിയിൽ കോട്ടിങ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ നമ്മൾ കുൽഫി ഡിമോൾഡ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നന്നായിട്ടത് മെൽറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് ലംസ് ഒന്നും ഇപ്പോൾ അധികമില്ല. എല്ലാ കട്ടകളും നന്നായി മെൽറ്റായിട്ടുണ്ട് കോമ്പൗണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എങ്കിലും നമുക്കത് കറക്റ്റായിട്ട് ആ കോട്ടിങ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക, ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് അത് തണുപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളിൽ തന്നെ തണുപ്പിച്ചെടുക്കാം. പക്ഷേ അത് പെട്ടെന്ന് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് നമ്മൾ പുറത്തിരിക്കുമ്പോൾ അത് കട്ട പിടിച്ച് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷമാണെങ്കിലും ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലും അത് കട്ട പിടിക്കാതെ നമുക്കൊരു സെമി ലിക്വിഡ് ഫോമിൽ, ഒരു തിക്നെസ് ഫോമിൽ നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിലേ അത് കോട്ടിങ് നമുക്ക് കുൽഫിയിൽ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ചൂടാക്കിയ വെള്ളത്തിലേക്ക് തന്നെ കുൽഫിയുടെ മൗൾഡ് എടുത്ത് വെക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് ഡിമോൾഡ് ചെയ്യാൻ ഇത്തിരി ഈസി ആയിരിക്കും. അപ്പോൾ ഇത് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് അത് മാറ്റുകയാണ് ആ വെള്ളം. കാരണം അത് അത്രയും ഹൈറ്റിൽ എത്തുന്നില്ല. ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കറക്റ്റ് ആ കുൽഫിയുടെ ഫുൾ ഹൈറ്റിൽ കിട്ടും. കണ്ടോ? അപ്പോൾ നമുക്ക് ഇത്തിരി ഡിമോൾഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഇതുപോലെ നമുക്ക് എല്ലാ കുൽഫിയും ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ ആ കോട്ടിങ് കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ. നിങ്ങൾക്ക് കുൽഫിയായിട്ട് തന്നെയാണ് അത് കഴിക്കാൻ താല്പര്യമെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. മറ്റേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ തണുത്തിരിക്കുന്ന ചോക്ലേറ്റ് മിക്സിലേക്ക് ഞാനിത് കോട്ടിങ് കൊടുക്കുകയാണ്, ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പോർഷനിലായിട്ടില്ലെങ്കിൽ അതൊരു സ്പൂൺ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടി കോട്ടിങ് കൊടുത്താൽ മതി. അത് പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ്. ആ ടോപ്പ് പോർഷനിൽ കൂടി പിന്നെ സ്പൂണിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെയും കോട്ടിങ് വരും. അപ്പോൾ ഇതുപോലെ എല്ലാ കുൽഫിയും നമുക്ക് ചോക്ലേറ്റ് കോട്ടിങ് കൊടുത്തെടുക്കാം. ഈ കോട്ടിങ് കൊടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രീസറിലൊന്ന് വെക്കുക. അപ്പോഴേ അതൊന്ന് കറക്റ്റ് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ അടിപൊളി ചോക്കോ ബാർ കുൽഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.